യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. യേശു നൽകും ദൂതുകളേന്തി വരുന്നു ഞങ്ങൾ ചങ്ങാതി, വരുന്നു ഞങ്ങൾ ലിറ്റിൽ നിൽക്കും കൂട്ടുകാരൻ നിങ്ങൾക്കരികെ. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. Hero Jesus, Hero Jesus, makes us into little heroes. Hero Jesus, Hero Jesus, makes us into little heroes. ആപത്തിന്റെ നേരത്തെല്ലാം കുറുമ്പു ചെയ്യും നേരത്തെല്ലാം, ആപത്തിന്റെ നേരത്തെല്ലാം തുണയായി ചാരെ പറന്നിറങ്ങും. കുറുമ്പു ചെയ്യും നേരത്തോതും നൽവഴി കാട്ടും നൽവചനങ്ങൾ. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. വാ വാ ചങ്ങാതി, വാ വാ ചങ്ങാതി, ലിറ്റിൽ മിക്കിനോട് ചേർന്ന് ഈശോയെ വാഴ്ത്താം. തവളവാക്കമത്തരെ, എന്താ പാമ്പേട്ടാ? എന്നെയും സംഗീതം പഠിപ്പിക്കാമോ? സംഗീതം അതൊരു കുളമാണ്. അത് നീ പാടിയപ്പോ മനസ്സിലായി. ഞാൻ അതിന്റെ കരയിൽ പകച്ചു നിൽക്കുന്ന വെറുമൊരു തവളയാണ്. അയ്യോ, കരയിലല്ലോ, കുളത്തിനകത്തിരുന്നല്ലേ ഭാഗവതര് പാടുന്നേ. ഫലിതപ്രിയനാണല്ലോ. അല്ല, തവളപ്രിയനാ. പാമ്പേട്ടൻ വല്ലതും പറഞ്ഞോ? അല്ല, അത് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് അത് ഭാഗവതരുടെ പാട്ട് കേൾക്കാൻ ഈ കുളക്കരയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് കിടക്കാറുണ്ടെന്നാ പറഞ്ഞത്. അതാണ് എന്റെ സംഗീതത്തിന്റെ ശക്തി. ഈ കുളത്തിലെ മീനുകളും ഞണ്ടുകളും എല്ലാം എന്റെ ഫാൻസാണ്. അയ്യോ, അതെ, ഒരു സത്യം പറയട്ടെ, ഞാനും തവളാജിയുടെ ഫാനാ. വേനൽ ചൂടിലെ ഈ കുളത്തിലെ വെള്ളമെല്ലാം വറ്റിപ്പോകുമ്പോൾ ഈ പൊടിമീനുകളൊക്കെ പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് നിലവിളിച്ചോണ്ടിരിക്കും. പിന്നെ ഞാനൊന്നും നോക്കില്ല. അമൃതവർഷിണി രാഗത്തിൽ ഒരു കാച്ചങ്ങോട്ട് കാച്ചും. വേനലിൽ ഒരു മഴ. പാമ്പേട്ടൻ ദക്ഷിണ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല, നിന്നെ തിന്നാനുള്ള വായ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പാമ്പേട്ടൻ പറഞ്ഞത്? ഈ ഊര് തണ്ടിയുടെ കയ്യിൽ ഓട്ടക്കലണ പോലുമില്ല. ചേട്ടൻ കരയണ്ട, ഞാൻ പഠിപ്പിക്കാം. എന്നാ ഇങ്ങോട്ട് കയറി വാ, എനിക്ക് അങ്ങയുടെ കാലിൽ വീണ് നമസ്കരിക്കണം, അനുഗ്രഹം വാങ്ങണം. സംഗീതം ഞാൻ പഠിപ്പിച്ചാ മതിയോ? അത് കർണാട്ടിക് വേണോ ഹിന്ദുസ്ഥാനി വേണോ? ചിങ്ങടി ചേച്ചി, പാമ്പേട്ടനെ എന്റെ സ്റ്റുഡന്റാ.
എടാ മരമാക്രി, നീ അവന്റെ അടുത്തേക്ക് പോയാലേ പിന്നെ അവന്റെ വയറ്റിൽ കിടന്ന് രാഗവിസ്താരം ചെയ്യേണ്ടി വരും. ഞാൻ ന്യൂഡിൽസ് തിന്നുന്നത് പോലെ നിന്നെ തിന്നണോ അതോ നീ സ്റ്റാൻഡ് വിടുന്നോ? എന്റെ ബ്രേക്ക്ഫാസ്റ്റ് നീ മുടക്കിയല്ലേടി ചീങ്കണ്ണി. നിന്നെ ഞാൻ എടുത്തോളാം. നിന്നെ ഞാൻ ഇന്ന് തട്ടും. ഇപ്പോഴെങ്ങനെയുണ്ട്? അവന്റെ പഞ്ചാര വർത്താനം കേട്ട് ഞാൻ മയങ്ങിപ്പോയി. സോറി ചേച്ചി. എടാ തവളക്കുട്ടാ, ചിരിച്ചു കാണിക്കുന്നവരെ എല്ലാം നമ്മൾ വിശ്വസിക്കരുത്. അതിൽ പലർക്കും സാത്താന്റെ മനസ്സായിരിക്കും. എങ്ങോട്ടാ സൂര്യൻ ചേട്ടാ? ഞാനൊന്ന് ഭൂമി വരെ പോവുകയാണ്. എന്താ വിശേഷം? ചുമ്മാ ഒരു ഔട്ടിംഗ്. അല്ല, നീ എങ്ങോട്ടാ? ഞങ്ങൾ ഉൽക്കകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ലല്ലോ ചേട്ടാ. ഒറ്റ പാച്ചിൽ, പിന്നെ പൊട്ടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. അയ്യോ അയ്യോ, ഞാൻ ചത്തേ. നീ എന്തിനാടാ ചിരിച്ചത്? അവന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ബെല്ലടിച്ച് സ്കൂളിലേക്ക് ഓടുകയെന്ന്. എടാ കൊച്ചനെ, ഓരോ മനുഷ്യനും ഓരോ ഉൽക്കയാണ്. ഒറ്റ പാച്ചില് പിന്നെ പൊടിയാകും. എന്നാലും അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. ആ, അത് നീ പറഞ്ഞത് ശരിയാ. ഞാൻ മുകളിലിരുന്ന് താഴേക്ക് നോക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി. പലതും കണ്ട് എന്റെ കണ്ണ് തള്ളിപ്പോയിട്ടുണ്ട്. ദൈവത്തെ പേടിയില്ലാഞ്ഞിട്ടാ. ദൈവഭയത്തോടെ ജീവിച്ചാൽ ഉൽക്ക പോലെ തീ പിടിക്കില്ല, നക്ഷത്രം പോലെ പ്രകാശിക്കാം. അങ്കിൾ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? ആ, നീ ഇനി തിരിച്ചു പോക്കോ. ഞാനും അങ്കിളുടെ കൂടെ വന്നോട്ടെ? എവിടേക്ക്? ഔട്ടിങ്ങിന്. നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല. നിന്നെ പപ്പയും മമ്മി അന്വേഷിക്കും. അവരെന്നെ കണ്ടില്ലെങ്കിൽ മഴയായി വന്നോളൂ. ഒന്ന് പോടാ കൊച്ചനെ. ഈ വെയിലത്താണോടാ മഴ? ഓ, വലിയ ഗമയാണെങ്കിൽ വേണ്ട. നീ വീട്ടിൽ പോടാ ചെറുക്ക. അല്ല അങ്കിളെ, എനിക്കൊരു സംശയം. എന്താടാ? അല്ല, ഔട്ടിങ്ങിന് പൈസ ഉണ്ടോ? എനിക്ക് എന്തിനാടാ പൈസ? ഞാനല്ലേ എല്ലാവർക്കും വെളിച്ചം കൊടുക്കുന്നത്. എന്നോട് പൈസ ചോദിച്ചാ വിവരം അറിയും. ആ, ദൈവം അങ്കിളിനെ പിടിച്ച് ആകാശത്ത് നിർത്തിയിരിക്കുന്നതേ ഫ്രീ സർവീസ് ചെയ്യാനാ, അല്ലാതെ അഹങ്കാരം കാണിക്കാനല്ല. നീ പറഞ്ഞത് ശരിയാണല്ലോടാ കൊച്ചനെ. ഇത്രയും നേരം ട്രാവൽ ചെയ്തത് വെറുതെ ആയോ? എന്തായാലും വന്നില്ലേ, ഇനിയൊന്ന് കറങ്ങിയിട്ട് തിരിച്ചു പോരും. ടാറ്റാ. നിന്റെ കയ്യിൽ പൈസ വല്ലതും ഉണ്ടോടാ കൊച്ചനെ? ഉണ്ടല്ലോ, പഴയ 1000ന്റെ 500 നോട്ടുണ്ട്. വേണോ? ഓ, ഒരു തണ്ണിമത്തം കഴിക്കാൻ പോലും കാശില്ലല്ലോ. അങ്കിള് രാത്രി ആവുന്നതിന് മുമ്പേ വന്നേക്കണം, അല്ലെങ്കിലേ ചന്ദ്രേട്ടൻ പിണങ്ങും. ചന്ദ്രേട്ടന് നൈറ്റ് ഡ്യൂട്ടിയാ. നീ പോടാ, മേനക്കെടുത്താതെ. എന്ത് സുഖം! എപ്പോഴും ഊഞ്ഞാലാടാവല്ലോ. നിങ്ങൾക്ക് സ്കൂളിൽ പോവാം, പിക്നിക്കിന് പോകാം. എനിക്കതിനൊക്കെ പറ്റുമോ? അത് ശരിയാ. പക്ഷികളായാലും മൃഗങ്ങളായാലും ഹാപ്പി ആവാനുള്ള വഴികളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. നമ്മളത് സ്വയം കണ്ടെത്തണമെന്ന് മാത്രം. നമ്മൾ ആരെയും ദ്രോഹിക്കാതിരുന്നാ മതി. അപ്പൊ നമ്മളെ ആരും ദ്രോഹിക്കില്ല. അതെ, ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടോ സിംഹവും കടുവയുമൊക്കെ എന്നെ കൊല്ലാൻ നടക്കുന്നത്? നീ കരാട്ട പഠിക്ക്, അതാ നല്ലത്. കിട്ടു, പൊന്നു, തമ്പു. എന്താടാ, എന്താ തക്കുടു? നമ്മുടെ മീരാൻഡിയുടെ വാവേ കാണാനില്ലടാ. കാണാനില്ലെന്നോ? അതെ ചിമ്പു, മുറ്റത്ത് കളിച്ചുകൊണ്ട് നിന്നതാ. ആൻഡി ഒന്ന് നോക്കുമ്പോ വാവേ കാണാനില്ല. ഇനി നാട് വിട്ടതങ്ങാനായിരിക്കുമോ? അതെ, ഫ്ലൈറ്റിൽ കയറി അമേരിക്കയ്ക്ക് പോയതാ. 3 വയസ്സുള്ള കുട്ടി എങ്ങനെയാടാ മണ്ടൂസിയെ നാട് വിട്ടു പോകുന്നത്? ഇനി പിള്ളേരെ പിടുത്തക്കാരെങ്ങാനും തട്ടിക്കൊണ്ട് പോയതാണോ? എന്നാ അവനെ ഞാൻ ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടും. ആരാന്നറിയാതെ നീ എങ്ങനെയാടാ തട്ടുന്നത്? അത്
വാ കൂട്ടുകാരെ, നമുക്ക് പോയി അന്വേഷിക്കാം. കേരളത്തിൽ പകലും സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുവോ? നൈറ്റ് ഡ്യൂട്ടി കഴിയുമ്പോൾ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കും, പക്ഷെ പറ്റില്ല. അയ്യോ, ഞാനുള്ളപ്പോ നീ എന്തിനാടാ പകല് കത്തുന്നത്? എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. എന്റെ പൊന്നാശാനെ, എനിക്കൊരു കൈയുണ്ടായിരുന്നെങ്കിലേ ആശാൻ ഡ്യൂട്ടിക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്റെ ഫ്യൂസ് ഊരിയനെ. പിന്നെ ഓഫാക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇവിടെ ഇല്ല അല്ലേ? ഉണ്ടല്ലോ, ബൾബുകൾ ആവശ്യത്തിന് മാത്രം കത്തിക്കുക. TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക. കഴിയുമെങ്കിലേ CFL ബൾബുകൾ മാത്രം ഉപയോഗിക്കുക. മനസ്സിലായോ? വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഇതൊക്കെയാണ് കറണ്ട് ആഫീസ് എന്ന് പറയുന്നത്. ഹലോ സുഹൃത്തെ, ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കിടക്കുന്നത് കാണുന്നില്ലേ? കണ്ടു. എന്നിട്ടെന്താ ഓഫാക്കാത്തത്? ഞാൻ എന്തിനാ ഓഫാക്കുന്നത്? ഇത് എന്റെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമല്ലല്ലോ. കറണ്ട് ഇങ്ങനെ പാഴാക്കാൻ പാടുണ്ടോ? ഞാനാണോ പാഴാക്കുന്നത്? രാത്രി നിങ്ങൾക്കും വെളിച്ചം കിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടാണോ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നത്? ഇതൊന്ന് ഓഫാക്കിയ എന്താ കുഴപ്പം? അതൊക്കെ അധികാരപ്പെട്ടവര് ചെയ്തോളൂ. ഒന്നും മെനക്കെടുത്താടെ പോടാ. ഞാൻ ഉദിക്കാതിരുന്നാൽ എന്നും രാത്രിയായിരിക്കും. ആ ചിന്തയില്ല, മണ്ടൻ. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ തകരാറ്. നീ വിഷമിക്കണ്ട, നിന്റെ ഫ്യൂസ് ഞാൻ ഊരിത്തരാം. താങ്ക് യു വെരി മച്ച്. ഇനി എവിടെ ചെന്ന് അന്വേഷിക്കാനാ? വാവേ കിട്ടിയില്ലെങ്കിൽ മീരാണ്ടിക്ക് ഭ്രാന്ത് പിടിക്കും. ജാൻസനങ്കളിനും ഭ്രാന്ത് പിടിക്കും. വാവേ എന്തിനായിരിക്കും തട്ടിക്കൊണ്ടുപോയത്? കിട്ടു, നിനക്ക് എന്താ തോന്നണേ? വാവേ പിള്ളേര് പിടുത്തക്കാര് തന്നെ തട്ടിക്കൊണ്ടുപോയതായിരിക്കോ? പിന്നില്ലാതെ വേറെ ആരും അത് ചെയ്യില്ല. പത്രത്തിലും ടിവിയിലും ഒക്കെ എത്രയെത്ര വാർത്തകളാ. എന്നിട്ടും മീരാൻഡി അതൊന്നും കാര്യമാക്കിയില്ല. കഷ്ടം. വാവേ എന്തിനായിരിക്കും തട്ടിക്കൊണ്ടുപോയത്? ഭിക്ഷാടനം നടത്താൻ. കുട്ടികളെ ഭിക്ഷക്കാരാക്കാനാ പിടിച്ചോണ്ട് പോകുന്നത്. കുട്ടികളെ അവര് ഉപദ്രവിക്കുകയാ തക്കൊടു. ഊവന്നേ, കണ്ണൊക്കെ കുത്തി പൊട്ടിച്ച് വികൃതമാക്കും. അയ്യോ, എനിക്ക് പേടിയാവുന്നു. നീ പേടിക്കണ്ട ബെറ്റി. നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ശ്രദ്ധിച്ചാൽ മതി. എന്താ ശ്രദ്ധിക്കേണ്ടത്? ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ കൂടെ ഒറ്റയ്ക്ക് പോവരുത്. കൂട്ടുകൂടി നടക്കാനേ പാടുള്ളൂ. പറഞ്ഞത് കേട്ടല്ലോ, എല്ലാ കൂട്ടുകാരും അത് ശ്രദ്ധിക്കണം. അത് വാവയുടെ കരച്ചിലാണല്ലോ. അതെ, ഇയാളാ വാവയെ തട്ടിയെടുത്തത്. ഇവനെ വിടാൻ പാടില്ല. നിൽക്കാനാ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ കുട്ടികളെ എന്നെ തടയുന്നത്? നീ എന്തിനാണ് ഞങ്ങളുടെ വാവയെ തട്ടിയെടുത്തത്? വാവയോ? ഏത് വാവ? ഞാനേ പിള്ളേർ പിടുത്തക്കാരനൊന്നും അല്ല. എന്നാ നിന്റെ ബാണ്ടക്കെട്ട് ഒന്ന് തുറന്നേ, അതിനകത്ത് ഞങ്ങളുടെ വാവയുണ്ടോ എന്ന് നോക്കട്ടെ. മാറി നിൽക്കോടുന്നു, കുത്തി കൊല്ലുന്നേ. ഇങ്ങോട്ട് കളിക്കാൻ വരില്ലേ? ഞങ്ങളുടെ വാവേ താടാ ചെകുത്താനെ. പൊയ്ക്കോ, എല്ലാവരും പൊയ്ക്കോ. അതാ നല്ലത്. എന്നോടാ കളി. നമുക്ക് പോയി എല്ലാരെയും വിളിച്ചുകൊണ്ടുവരാം. ശരിയാ, വാ. ഹലോ, എന്താ? എന്തു വേണം? ഈ ടാപ്പ് തുറന്നു കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. എന്നിട്ടെന്താ നീ അടയ്ക്കാത്തത്? ടാപ്പ് തുറന്നത് ഞാനല്ലല്ലോ, പിന്നെന്തിനാ ഞാൻ അടയ്ക്കുന്നത്? കുടിവെള്ളമല്ലേ ഈ പാഴായി പോകുന്നത്? ഞാനേ ഈ പൈപ്പ് വെള്ളം കുടിക്കാറില്ല. എന്റെ വീട്ടിൽ കുഴൽക്കിണറുണ്ട്. കിണറുകൾക്ക് പകരം കുഴൽ കിണറുകൾ വന്നതേ എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈ കിണറ്റിലൊന്നും വെള്ളമില്ലാതായപ്പോ എല്ലാവരും കുഴൽക്കിണർ കുത്തി. അതെന്താ വെള്ളമില്ലാത്തത്? അത് നീ ആരാ അതൊക്കെ ചോദിക്കാൻ? സുഹൃത്തെ, പല തുള്ളി പെരുവെള്ളം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ പാഴാക്കി കളയുന്ന ഓരോ തുള്ളി വെള്ളത്തിനും നാളെ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഓ, അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു.
നന്ദിയുണ്ട് ചേട്ടാ, നന്ദിയുണ്ട്. ഞാൻ വെള്ളം കുറെ കുടിച്ചു വറ്റിക്കുന്നതാ. എന്നാലും നിന്റെ വെള്ളം ഇങ്ങനെ പാഴായി പോകുന്നത് കണ്ടപ്പോൾ ഒരു വിഷമം. ചേട്ടന് ചൂട് കൂടുതലായതുകൊണ്ടല്ലേ വെള്ളം വറ്റിക്കുന്നത്. അതോർത്ത് വിഷമിക്കണ്ട. നിന്റെ മനസാക്ഷി പോലും മനുഷ്യർക്കില്ലല്ലോ ടാപ്പുകുട്ടാ. നമ്മളൊക്കെ സേവനം ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാ. ആ ഒരു മനോഭാവമാണ് മനുഷ്യർ വളർത്തിയെടുക്കേണ്ടത്. കുട്ടികളെങ്കിലും നേരായി ചിന്തിച്ചാ മതിയായിരുന്നു. എന്നാ എല്ലാം ശരിയാകും. ഞാൻ പോട്ടെ. ശരി ചേട്ടാ. എന്താടാ നിന്റെ പാട്ടത്തില്? അത് ചോദിക്കാൻ നീ ആരാടാ കൊരക്കച്ച? അതിലൊരു വാവയല്ലടാ. അതെ വാവേ, അതിന് നിനക്കെന്ത് വേണം? വാവയെ വിട്ടുതാടാ. ഈ മനുഷ്യന്മാരുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? നീയൊക്കെ മനുഷ്യനാണോടാ? മനുഷ്യന്റെ രൂപമായതുകൊണ്ട് ആരും മനുഷ്യരാവില്ല. മനുഷ്യനാവണമെങ്കിലേ മനുഷ്യത്വം ഉണ്ടാവണം. നീ കത്തിയെടുത്ത് പേടിപ്പിക്കുന്നോ? നിന്നേക്കാൾ വലിയ നരഭോജികളുടെ ഇടയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അയ്യോ ചിമ്പാ, I will kill you. സുന്ദരി, നമുക്ക് ചിമ്പനെ രക്ഷിക്കാം. ചിമ്പൻ നമ്മളെ വിട്ടു പോയാ സുന്ദരി? ചിമ്പ, ഇനി വള്ളികളിൽ ഊഞ്ഞാലാടി നടക്കാൻ നീ ഉണ്ടാവില്ലേ ചിമ്പ? റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതല്ലേ കുട്ടി? കാറ് വരുന്നത് ഞാൻ കണ്ടില്ല അങ്കിൾ. അതാ പറഞ്ഞത് ശ്രദ്ധിക്കണ്ടേ എന്ന്. അത് ഓവർ സ്പീഡായിരുന്നു. ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ട് ആക്സിഡന്റ് ഉണ്ടായാലും നിന്റെ അശ്രദ്ധ കൊണ്ട് ആക്സിഡന്റ് ഉണ്ടായാലും നഷ്ടം ആർക്കാ? നിന്റെ പപ്പയ്ക്കും മമ്മിക്കും അല്ലേ? എന്താ മോനുട്ടാ? കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ആണോ കളിക്കാൻ കൊടുക്കുന്നത്? ഫോൺ കൊടുത്തില്ലെങ്കിൽ ഇവൻ ഭയങ്കര കരച്ചിലായിരിക്കും. ഫോൺ കൊടുത്തത് കൊണ്ട് ഇപ്പോൾ നിങ്ങളും കരയേണ്ടി വന്നേനെ. എന്ത് പറ്റി മോനുട്ടാ? ഒരു കാർ എന്നെ ഇടിച്ചേനെ. ഈ അങ്കിളാ എന്നെ രക്ഷപ്പെടുത്തിയത്. ഓ, അതായിരിക്കും ഇത്ര. അപ്പോഴും സ്വന്തം മകന്റെ അശ്രദ്ധ അവനെ ബോധ്യപ്പെടുത്താൻ തയ്യാറല്ല. കാർ ഇടിച്ചില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ മോനുട്ടിനെ വഴക്ക് പറയുന്നത്? മാഡത്തിന് ഈ ചിന്താഗതിയാണെങ്കിൽ വഴക്കു പറയാൻ മോനൂട്ടൻ നാളെ ഉണ്ടായെന്ന് വരില്ല. സൂര്യൻ മാരീഡ് ആണോ? കുട്ടികളുണ്ടോ? മാഡം എന്താ അങ്ങനെ ചോദിച്ചത്? ഒരു കുടുംബത്തിൽ പഴയതുപോലെ 8ഉം 10ഉം അംഗങ്ങളൊന്നുമില്ല. ഒരു കുട്ടി അല്ലെങ്കിൽ 2. അതുകൊണ്ട് പുന്നാരം കൂടും. ബാച്ചിലേഴ്സിന് അതൊന്നും മനസ്സിലാവില്ല. വെറുതെ അല്ല, പല കുട്ടികളും മഹാവികൃതികളായി പോകുന്നത്. എന്നോട് കളിച്ചാലുണ്ടല്ലോ, ഡ്യൂട്ടി സമയത്ത് കറങ്ങി നടക്കുന്നതിന്റെ വീഡിയോ പിടിച്ച് ഞാൻ ഫേസ്ബുക്കിലിടും. ട്രോളന്മാര് കളിയാക്കി കൊല്ലും. അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും. ഞാൻ പോയേക്കാം. അങ്കിളെ, എന്താടാ ചെക്ക? നമുക്കൊരു സെൽഫി എടുത്താലോ? പോടാ, നിന്റെ ഒരു സെൽഫി. ആൻഡി, എന്താ? ഈ ചർച്ചിലേക്കുള്ള വഴിയേതാ? നേരെ ചെല്ലുമ്പോൾ ഒരു ചാപ്പൽ കാണാം. അവിടുന്ന് റൈറ്റിലേക്ക്. അയ്യോ, എന്റെ മാല! കള്ളൻ! കള്ളൻ! എന്റെ അമ്മോ! മോഷ്ടിക്കാൻ നടക്കുന്നോടാ കള്ള, വെറും കള്ള. താങ്ക്സ് അങ്കിൾ. താങ്ക്സ് ഡാ. ഒവ്വേ. അങ്കിളെ, ചന്ദ്രേട്ടൻ പറഞ്ഞു വേഗം ചെല്ലാൻ. അവനെന്താ ഇത്ര വലിയ തിരക്ക്?
ചന്ദ്രേട്ടന് ഡ്യൂട്ടിക്ക് കയറാൻ സമയായെന്ന്. ശരി, എന്നാ വാ നമുക്ക് പോയേക്കാം. എന്റെ വഴി മുടക്കാതെ മാറി നിൽക്കുന്നതാണ് നല്ലത്. തിന്മയെ തടയുന്ന കാവൽ മാലാഖയാണ് ഞാൻ. നീ മാലാഖയാണെങ്കിൽ ഞാൻ സാത്താനാണ്. സാത്താന്റെ നീച പ്രവൃത്തികളൊന്നും ദൈവ പൈതലിനോട് വേണ്ട. ഏത് പൈതൽ? നിന്റെ മാറാപ്പിൽ ഉറങ്ങുന്ന പൈതൽ. എന്നെ എതിർക്കാൻ വന്നാലുണ്ടല്ലോ ചിമ്പുവിന്റെ ഗതി ആയിരിക്കും നിനക്കും. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു? ഉണ്ണീശു അറിയാതെ ഈ ഭൂമിയിൽ ഒരു ഇല പോലും അനങ്ങില്ല. നിന്റെ മായാജാലം ഒന്നും എന്നോട് വേണ്ട കേട്ടോ. ഇതാണ് വേറെയാ. ദുഷ്ട പിശാചേ, നീ ദേവദൂതനോട് കളിക്കുന്നോ? അരുതേ, എന്നെ കൊല്ലരുതേ. കുട്ടിയെ ഞാൻ തരാം. അയ്യോ, ഇനി ഈ ദേശത്ത് നിന്റെ നിഴൽ പോലും വീഴരുത്. പൊക്കോളാൻ. അശ്രദ്ധയാണ് ആപത്തിന്റെ കവാടം. കവാടത്തിലൂടെ പ്രവേശിച്ചാൽ തീരെ വേദനയാവും നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് കൂട്ടുകാരെല്ലാം ശ്രദ്ധയോടെ മുന്നേറുക. നല്ല ബുദ്ധി തരാൻ ഉണ്ണിയേശോടും പ്രാർത്ഥിക്കുക. ഞങ്ങൾ മിഖായേൽ മാലാഖ പറയുന്ന പോലെ ചെയ്യാം. എന്നാ ഞാൻ സ്വർഗത്തിലേക്ക് പോകട്ടെ? ശരി മിഖായേൽ.